കേരളത്തിലൊരു ഭരണമാറ്റമുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മെയ് 4-ാം തീയതി പുലർച്ചെ വരെ പോകും എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഒരു ഭരണമാറ്റം ജനം ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ചോദ്യത്തെ തുടർന്നുള്ള ചർച്ച മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് പലതരത്തിലും കേരള ജനത അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം കാണണം എന്ന് കേരളത്തിലെ വോട്ടർമാർ ഒന്നടങ്കം തീർച്ചപ്പെടുത്തി എന്നുള്ളത് നമുക്കേവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പോളിംഗ് ശതമാനം ഉയർന്നത്. ഉച്ചയ്ക്ക് മുൻപായി തന്നെ പല ബൂത്തുകളുടെയും നീണ്ട നിരയിൽ കാണപ്പെട്ടത് സ്ത്രീജനങ്ങളായിരുന്നു എന്നുള്ളതുമാണ്. മുൻകാലങ്ങളിലൊക്കെ സ്ത്രീജനങ്ങൾ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞ് വെയിലൊക്കെ ഒന്ന് ആറിയതിന് ശേഷം മാത്രമേ വോട്ട് ചെയ്യാൻ ഇറങ്ങിയിരുന്നുള്ളൂ. വളരെ മുൻപ് ഒരു 80കളിലൊക്കെ ഇങ്ങനെ ആയിരുന്നു. പക്ഷെ ഇതിനൊക്കെ മാറ്റം സംഭവിച്ചു. പക്ഷേ തുടർച്ചയായ LDFന്റെ 10 വർഷത്തെ ഭരണത്തിൽ ജനങ്ങൾ അതൃപ്തിയുടെ അങ്ങേയറ്റത്ത് നിൽക്കുകയാണ്. അതിന് കൃത്യമായിട്ട് എത്രയും നേരത്തെ തന്നെ ചുട്ട മറുപടി കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് സ്ത്രീജനങ്ങളടക്കം കനത്ത പോളിംഗ് ഉണ്ടായത്. കേരളത്തിൽ സ്ത്രീജനങ്ങളാണ് വോട്ടർമാരിൽ മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടിന് നമ്മൾ പ്രത്യേകം വില കൽപ്പിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭരണമാറ്റം തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ്. അതിനി ഒരു തരംഗമാകുമോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. മുൻകാലങ്ങളെ അപേക്ഷിച്ചൊരു വലിയ തരംഗം ഉണ്ടാകാൻ വഴിയില്ല. കാരണം ഭരണവിരുദ്ധ വികാരമുണ്ട്. എന്നാൽ ആ ഭരണവിരുദ്ധ വികാരം മറ്റ് 2 മുന്നണികളിലേക്കും കൂടി പോവുകയാണ് വോട്ട്. അതായത് UDFിലേക്കും NDAയിലേക്കുമാണ് പോകുന്നത്. ഈ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും NDAയുടെ ശക്തമായ സാന്നിധ്യമില്ല. പക്ഷേ ശക്തമായ സാന്നിധ്യമുള്ള ഇടങ്ങളിൽ ജയസാധ്യതയിൽ നിൽക്കുകയാണ്. 2 സീറ്റ് മുതൽ 10 സീറ്റ് വരെ നേടും എന്നാണ് പാർട്ടിയുടെ ഉൾവൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ ഒരു 2 മുതൽ ഏറിയാൽ 5 വരെ പോകും എന്നുള്ളതാണ്. പല സർവേ ഫലങ്ങളും പുറത്തു വരുന്നത് BJP കൃത്യമായ രീതിയിൽ കേരള രാഷ്ട്രീയത്തിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ആ അടയാളപ്പെടുത്തലിന് ഒരു ബലം കൂട്ടും എന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് UDFില് കിട്ടേണ്ട വോട്ടുകൾ പോലും NDAയിലേക്ക് വന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ തരംഗമുണ്ടാകില്ല എന്ന് പറയുന്നത്. പക്ഷെ LDFനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം പോലെ തന്നെ ഒരു പിണറായി വിരുദ്ധ തരംഗവുമുണ്ട്. ഈ ഭരണവിരുദ്ധ വികാരത്തെക്കാൾ അതിശക്തമായിട്ടുള്ളത് പിണറായി വിരുദ്ധ തരംഗമാണ്. പിണറായി വിജയൻ 2ാമത് അധികാരത്തിൽ വന്നതിന് ശേഷം നേരിട്ടിട്ടുള്ള വിവിധ ആരോപണങ്ങൾ, ആ ആരോപണങ്ങളുടെ എല്ലാം മുൾമുനയിൽ നിൽക്കുന്ന അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട് അവജ്ഞയോടുകൂടിയാണ് പെരുമാറിയതും കണ്ടിരുന്നതും. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ആ ഭരണാധികാരിയെ അത്രത്തോളം വെറുത്തതും ഈ സിംഹാസനത്തിൽ നിന്ന് പുറത്താക്കണം എന്ന് തീർച്ചപ്പെടുത്തിയത്. അതുകൊണ്ടാണ് BJPയിലേക്ക് കൂടി അതിശക്തമായിട്ടുള്ള വോട്ട് വിഹിതം മാറും. ഇനിയിപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം വോട്ട് വിഹിതം കൂട്ടിക്കൊണ്ടിരുന്നാൽ പോരാ. 20% നിന്ന് 22% തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 25% അത് 27% എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ശതമാനം കൂട്ടിയത് കൊണ്ട് നിയമസഭയിൽ ആളുണ്ടാകുന്നില്ലല്ലോ. ആളുണ്ടാകണം. അതുണ്ടെങ്കിൽ മാത്രമേ BJPക്ക് അവരുടെ എല്ലാ തരത്തിലുള്ള അടയാളപ്പെടുത്തലിനും ഒന്നുകൂടി ബലം ഉണ്ടാവുകയുള്ളൂ. 2016 O രാജഗോപാലൻ നിയമത്തിൽ നിന്ന് ജയിച്ചു വന്ന് 21 അക്കൗണ്ട് പൂട്ടിച്ചു. പക്ഷെ BJPക്ക് 2016 അത് 1 നിന്ന് അതിനെ 3 കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ പരാജയം തന്നെയാണ്. പക്ഷേ
ഇക്കുറി പലയിടങ്ങളിലും നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ കാട്ടാക്കടയും നേമവും വട്ടിയൂർക്കാവിലും കഴക്കൂട്ടവും അതുപോലെ തന്നെ ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലം, കൂടാതെ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂര്, ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട്, കായംകുളം, എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തുറ, തൃശ്ശൂർ ജില്ലയിലെ മണലൂര്, കൊടുങ്ങല്ലൂര്, അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ പാലക്കാട്, കാസർഗോഡ് ജില്ലയിലെ കാസർഗോഡ് മണ്ഡലം മഞ്ചേശ്വരം, ഇങ്ങനെ പോവുകയാണ്. കോഴിക്കോട്, പത്തനംതിട്ട ജില്ലകളിൽ വലിയ മുന്നേറ്റം BJP ഉണ്ടാക്കും. കോട്ടയം ജില്ലയിലെ പാലയിലും പൂഞ്ഞാറിലും കാഞ്ഞിരപ്പള്ളിയിലും പരാജയപ്പെട്ടാലും അത് വിജയത്തോളം എത്തുന്ന തരത്തിലുള്ള പരാജയമായിരിക്കും. തൊട്ടടുത്ത് നിൽക്കുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അവിടെ വൻ അട്ടിമറി തന്നെ നടക്കാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ BJP-യെ LDF-നെ സംബന്ധിച്ചിടത്തോളം ആ LDF ക്യാമ്പുകളിലൊക്കെ ഇപ്പോൾ ഒരു മ്ലാനത നിൽക്കുന്നുണ്ട്. CPI മാത്രം പറയുന്നുണ്ട് ഒരു 75 സീറ്റിന് മുകളിൽ ഞങ്ങൾ വീണ്ടും അധികാരത്തിൽ വരും എന്ന്. ഈ പറയുന്ന CPIക്ക് എത്ര സീറ്റ് കിട്ടുമെന്നുള്ളത് തന്നെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. CPM തന്നെ താഴേക്ക് വലിയ രീതിയിൽ പതനം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു മുന്നേ തന്നെ CPIക്ക് പതനം സംഭവിക്കും എന്നുള്ളതാണ്. കാരണം കേരളത്തിലെ സ്ത്രീ ജനങ്ങളുടെ വോട്ട് വർധന ഉണ്ടായി എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് കാരണമുണ്ട്. കാരണം അവർ പലതരത്തിലുള്ള വിഷമതകൾ അനുഭവിച്ചു. ഭീകരമായ വിലക്കയറ്റം, കേരളത്തിലെ സാമ്പത്തിക സ്ഥിതി തന്നെ താറുമാറായി, തകർന്നടിഞ്ഞു. അത് കേരളീയ ജീവിതത്തിന്റെ സുഗമമായ പോക്കിന് പോലും തടസ്സം സൃഷ്ടിച്ചു എന്നുള്ളതാണ്. എന്നിട്ടും മന്ത്രിമന്ദിരങ്ങളിലോ മുഖ്യമന്ത്രിയിലോ ഉള്ള ഈ അറുമാദിക്കലിന് മാത്രം ഒരു കുറവും ഉണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ മുഖ്യമന്ത്രി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണം മാത്രമായിരുന്നു ഇവിടെ നടന്നത്. ചിലർ പറയുന്നുണ്ട് പിണറായി വിരുദ്ധതയുണ്ട്, പക്ഷേ മറ്റ് MLA-മാർക്ക് ആർക്കും തന്നെ ഒരു തരത്തിലുള്ള ഡാമേജും സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. അത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു അലയൊലി ഈ പല നിയമസഭാ മണ്ഡലങ്ങളിലും ഉണ്ടാകുമെന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ് ആരോഗ്യരംഗത്തുണ്ടാക്കിയിട്ടുള്ള വലിയ പരിക്ക്. സാധാരണക്കാരൻ ആശുപത്രിയിലെത്തിയാൽ മരുന്നും വേണ്ടത്ര സൗകര്യങ്ങളുമില്ല, വേണ്ടത്ര സ്റ്റാഫില്ല, മരുന്ന് ലഭ്യമല്ലാത്ത സ്ഥിതിയിലെത്തുക, കൂടാതെ ആരോഗ്യമന്ത്രിയുടെ ധിക്കാരത്തോടു കൂടിയുള്ള സംസാരം, ഇതൊക്കെ ജനങ്ങൾക്ക് മടുത്തു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാക്കിയിരിക്കുന്ന വലിയ നാശനഷ്ടം. അപ്പോൾ ഇതൊക്കെ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സാധാരണ ജനങ്ങളിൽ നിന്നായിരിക്കും വൻ തിരിച്ചടി കിട്ടാൻ പോകുന്നത്. അത് UDF ഒരു തരംഗമല്ല. UDF അധികാരത്തിലേക്ക് വരും, BJP-യും ഒരു 5 സീറ്റ് വരെ നേടുന്ന കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ 4-ാം തീയതി പുലർച്ചെ വരെ ഇത്തരത്തിലുള്ള ചർച്ചകളും കണക്കുകൂട്ടലും ഒക്കെ മുമ്പോട്ട് പോകുമ്പോഴും LDF കേന്ദ്രങ്ങളിലെ യാതൊരു വീരവാദവും ഒന്നും ആരും മുഴക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം അവർക്ക് ഭരണം നഷ്ടപ്പെടാൻ പോകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.